തൊടുപുഴ യൂണിറ്റി സോക്കർ ക്ലബ്ബ് ഓഫീസിൽ റിപ്പബ്ലിക് ദിനം ആഘോഷിച്ചു. എറണാകുളം LR ഡെപ്യൂട്ടി കളക്ടർ VE അബ്ബാസ് ദേശീയ പതാക ഉയർത്തി. ക്ലബ്ബ് പ്രസിഡന്റ് സാലി എസ് മുഹമ്മദ് അധ്യക്ഷനായി. തൊടുപുഴ യൂണിറ്റി സോക്കർ ക്ലബ്ബ് ആഭിമുഖ്യത്തിൽ റിപ്പബ്ലിക് ദിനാചരണ പരിപാടികൾ സംഘടിപ്പിച്ചു. എറണാകുളം LR ഡെപ്യൂട്ടി കളക്ടർ VE അബ്ബാസ് ദേശീയ പതാക ഉയർത്തി. സ്വതന്ത്ര ഭാരതത്തിന്റെ ശക്തി രാജ്യസ്നേഹമുള്ള ചെറുപ്പക്കാരുടെ കൂട്ടായ്മയാണെന്ന് അദ്ദേഹം പറഞ്ഞു. രാജ്യത്തിന്റെ പരമാധികാരത്തെ ചോദ്യം ചെയ്യുവാൻ ഒരു ഛിദ്രശക്തിയും അനുവദിക്കാത്ത ചെറുപ്പക്കാരുടെ രാജ്യസ്നേഹമാണ് രാജ്യത്തിന്റെ ഏത് മേഖലയിലും പ്രകടമാകുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം രാജ്യം കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ എന്ന് നമ്മളെല്ലാം മനസ്സിലാക്കേണ്ടത് രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യണം എന്ന് നമ്മൾ ആമുഖമായിട്ട് ഈ ക്ലബിലെ പ്രവർത്തകരോട് അഭ്യർത്ഥിക്കുകയാണ്. നമുക്ക് ധാരാളം കാര്യങ്ങൾ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത് വീണ്ടും നമ്മുടെ ഈ ക്ലബ്ബ് പുനരുജ്ജീവിപ്പിച്ച് നമ്മുടെ നാട്ടിലെ പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ നമ്മൾ തീരുമാനം വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ക്ലബ്ബ് പുനരുജ്ജീവിപ്പിച്ച് ഇന്ന് ഈ ഇന്ത്യയുടെ 75ാമത് റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് നമ്മുടെ ക്ലബിൻ്റെ പ്രവർത്തനം ഊർജിതപ്പെടുത്തുവാൻ നമ്മൾ എല്ലാവരും തീരുമാനിച്ചിട്ടുള്ളതാണ്. ചടങ്ങിൽ ക്ലബ്ബ് പ്രസിഡന്റ് സാലി എസ് മുഹമ്മദ് ക്ലബിന്റെ നവീകരിച്ച ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ജനറൽ സെക്രട്ടറി രതീഷ് ചന്ദ്രൻ സ്വാഗതം ആശംസിച്ചു. KM ജോർജ്, PA ഷംസുദ്ദീൻ, ജാഫർ ഖാൻ മുഹമ്മദ്, VE താജുദ്ദീൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ. ആദ്യം ടെൻഷനായി. മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ. അഹല്യയ്ക്ക് 30 വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.